നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ കെട്ടിപ്പടുക്കുന്നതിൽ കലകൾക്കുള്ള പങ്ക് വളരെ വലുതാണെന്ന് നമുക്കറിയാം. അത്തരത്തിലുള്ള കലാരൂപങ്ങളിൽ ലോകത്തിലെ ആദ്യ കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത് അഥവാ നിഴൽപ്പാവക്കൂത്ത്. കുട്ടികളെ മുതൽ മുതിർന്നവരെ വരെ വളരെയധികം ആകർഷിക്കുന്ന ഈ കലയിൽ ഉപയോഗിക്കുന്ന പാവകൾ നിർമ്മിക്കുന്ന അനുഗ്രഹീത കലാകാരൻ ശ്രീ വിപിൻ പുലവരെ നമുക്കിന്ന് പരിചയപ്പെടാം. അദ്ദേഹം എത്ര അനായാസമാണ് കുട്ടികളിലേക്ക് ഈ പാവനിർമ്മാണ വിദ്യ എത്തിക്കുന്നതെന്നും നമുക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമുക്ക് കൗതുക കാഴ്ചകളിലേക്ക് പോകാം. മധ്യ കേരളത്തിലെ പാലക്കാടിൻ്റെ പ്രധാന കലാരൂപമാണ് ഈ തോൽപ്പാവക്കൂത്ത്. ഭദ്രകാളി പ്രീതിക്ക് വേണ്ടി ദേവീക്ഷേത്രങ്ങളിലാണ് ഇത് അരങ്ങേറുന്നത്. ഇതിൻ്റെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഭദ്രകാളി ദാരികാസുരനെ വധിക്കാൻ പോയ സമയത്തായിരുന്നു രാമരാവണ യുദ്ധം നടന്നത്. അതുകൊണ്ട് ഭദ്രകാളിക്ക് യുദ്ധം കാണാൻ സാധിച്ചില്ല. ഈ പരാതി പിതാവായ പരമേശ്വരനോട്, അതായത് ശിവനോട് അവർ പറയുകയും ശിവൻ അതിന് പരിഹാരമായി പുത്രിക്ക് വേണ്ടി നിഴൽ നാടക രൂപത്തിൽ കൊണ്ടുവന്നതാണ് ഈ കല എന്ന് പറയപ്പെടുന്നു. തമിഴ് തൊടുക്കെന്റെ ബഹുവെത്തൈതാഹോരെ സ്തോത്രം ചെയ്തു കൊള്ളുവോ. മോഷിക വാഹന മോദക ഹസ്തം ചാമരകർണ വിളംബിത സൂത്രം വാരണ രൂപ മഹേശ്വരപുത്ര വ്യക്ത വിനായകർ പാദനമസ്തി. ഇന്നും മുന്നേ ദേവർകൾ മുറയിട്ടേ ഒരു ഗോവിന്ദ. വെളിച്ചം കടത്തിവിട്ടുകൊണ്ട് നിഴലിലൂടെ കാണിച്ചു തരുന്ന നാടകമാണ് തോൽപ്പാവക്കൂത്ത്. നിഴലും നൃത്തവും ചേർന്ന ലോകത്തിലെ ആദ്യത്തെ കലാരൂപം. ഈ കലാരൂപത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ പുതിയ കാഴ്ചകളുമായി ഞാൻ എത്തുന്നതായിരിക്കും. ഇപ്പോൾ വിട. നന്ദി.